ബയോ ക്ലാസ് പ്ലസ് ടു സുവോളജിയിലെ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. That is the orderly change from one condition to functionally efficient condition. ഒരിക്കൽ കൂടി പറയാം. It is the orderly change from one condition to functionally efficient condition. ഇവിടെ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് what do you mean by evolutionary biology? ഇമ്പോർട്ടന്റ് ആണ്. എവല്യൂഷണറി ബയോളജി എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താണെന്ന് നോക്കാം. It is the study of history of life forms on earth. എവല്യൂഷണറി ബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the study of history of life forms on earth. The next is origin of universe. അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് origin of universe, origin of earth, origin of life. ഇത്രയും ഭാഗത്ത് നിന്ന് സാധാരണ ഒരു 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആദ്യം നമുക്ക് origin of universe നോക്കാം. ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി ആണ് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി. ഒരിക്കൽ കൂടി പറയാം. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ബിഗ് ബാങ് തിയറി. അപ്പോൾ ബിഗ് ബാങ് തിയറി എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ബിഗ് ബാങ് തിയറി, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ഇസ് ഡ്യൂ ടു ഹ്യൂജ് എക്സ്പ്ലോഷൻ ഉണ്ടായപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ് എക്സ്പാൻഡഡ്. ദെൻ ഈ ടെമ്പറേച്ചർ പതുക്കെ കുറയാൻ തുടങ്ങി. ഹൈഡ്രജൻ, ഹീലിയം എന്നീ 2 ഗ്യാസസ് ഫോം ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. ഗ്യാസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ദെൻ ബോത്ത് ഗ്യാസസ് കണ്ടൻസ്ഡ് അണ്ടർ ഗ്രാവിറ്റേഷൻ ആൻഡ് ഗാലക്സീസ് ആർ ഫോംഡ്. ഇതാണ് ബിഗ് ബാങ് തിയറി പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഒറിജിൻ ഓഫ് എർത്ത്. ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. There was no atmosphere on early earth. ഇമ്പോർട്ടന്റ് ആണ്. There was no atmosphere on early earth. And next point, അടുത്ത ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എർത്ത് ഫോം ചെയ്ത സമയത്ത് കണ്ടിരുന്ന ഗ്യാസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ. ഇതിന്റെ കൂടെ വാട്ടർ വേപ്പറും കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്യാസസ് ഏതൊക്കെയാണ് പഠിക്കുക. മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഇസ് ഓസോൺ ലെയർ. അതൊക്കെ ഗ്രാജുവലി ഓസോൺ ലെയർ ഫോം ചെയ്തു. ഈ ഒരു വാട്ടർ വേപ്പർ റെയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ വാട്ടർ വേപ്പർ ഫെൽ ആസ് റെയിൻ ആൻഡ് ഓഷ്യൻസ് ആർ ഫോംഡ്. ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ നമുക്ക് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ഇസ് ഒറിജിൻ ഓഫ് ലൈഫ്. ഒറിജിൻ ഓഫ് ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ട് 5 തിയറീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് തിയറി ഓഫ് പാൻസ്പെർമിയ. It is also called as theory of cosmozoa. Important ആണ്. Theory of panspermia. It is also called as theory of cosmozoa. According to this theory, life originated from spores or cosmozoa. അതായത് ഈ ഒരു തിയറി പറയുന്നത് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് സ്പോർസ് അല്ലെങ്കിൽ കോസ്മോസോയിൽ നിന്നാണ് എന്നതാണ് ഈ ഒരു തിയറി പറയുന്നത്. The next is theory of spontaneous generation. It is also called as അപ്പയോജനസിസ് തിയറി. അപ്പോൾ അപ്പയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ലിവിംഗ് ആണ്. ജനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമേഷൻ എന്നാണ്. അപ്പോൾ നോൺ ലിവിംഗ് സബ്സ്റ്റൻസുകളിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് പറയുന്ന തിയറിയാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. ഒരിക്കൽ കൂടി പറയാം. അക്കോർഡിംഗ് ടു തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ, ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം നോൺ ലിവിംഗ് മാറ്റേഴ്സ് ലൈക്ക് സ്ട്രോ, മഡ്, എക്സെട്ര. ദെൻ നെക്സ്റ്റ് ഇസ് തിയറി ഓഫ് ബയോജനസിസ്. തിയറി ഓഫ് ബയോജനസിസ് എന്ന് പറഞ്ഞാൽ ലിവിംഗ് സബ്സ്റ്റൻസുകളിൽ നിന്ന്, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് ഫോംസിൽ നിന്നാണ് ലിവിംഗ് ഓർഗാനിസംസ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്ന തിയറി ആണ് തിയറി ഓഫ് ബയോജനസിസ്. തിയറി ഓഫ് ബയോജനസിസ് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ലൂയിസ് പാസ്ചർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. തിയറി ഓഫ് ബയോജനസിസ് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് ലൂയിസ് പാസ്ചർ ആണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് അബയോജനസിസ് ആൻഡ് ബയോജനസിസ്. ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻഷിയേറ്റ് അബയോജനസിസ് ആൻഡ് ബയോജനസിസ്. ദെൻ ബയോജനസിസിനെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണെന്ന് പറഞ്ഞു.
ഇദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ് നമുക്കറിയാം. എക്സ്പെരിമെന്റ് 2 പ്രീ സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്ക് സെലക്ട് ചെയ്തു. ഈ 2 ഫ്ലാസ്കിലേക്കും ഇദ്ദേഹം ഈസ്റ്റ് ആഡ് ചെയ്തു. ഒരു ഫ്ലാസ്ക് ക്ലോസ് ചെയ്തു വെച്ചു, മറ്റൊരു ഫ്ലാസ്ക് ഓപ്പൺ ചെയ്തു വെച്ചു. അപ്പോൾ ക്ലോസ് ചെയ്തു വെച്ച ഫ്ലാസ്കിൽ പുതിയ ലൈഫ് ഫോംസ് ഒന്നും ഒറിജിനേറ്റ് ചെയ്തില്ല. പക്ഷേ ഓപ്പൺ ചെയ്തു വെച്ച ഫ്ലാസ്കിൽ പുതിയ ലൈഫ് ഫോംസ് ഒറിജിനേറ്റ് ചെയ്തു. ദെൻ ഇങ്ങനെ ഇദ്ദേഹം അബയോജനസിസ് എന്ന് പറയുന്ന തിയറി ഡിസ്പ്രൂവ് ചെയ്തു. ഓക്കെ, ദെൻ ബയോജനസിസ് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് തിയറി ഈസ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. അക്കോർഡിംഗ് ടു the theory of chemical evolution, life originated from some chemical substances. അതായത് ചില കെമിക്കൽ സബ്സ്റ്റൻസുകൾ റിയാക്ട് ചെയ്തു, വാട്ടറിൽ റിയാക്ട് ചെയ്തിട്ട് പുതിയ ലിവിങ് ഓർഗാനിസംസ് ഫോം ചെയ്തു എന്നാണ് ഈ ഒരു കെമിക്കൽ എവല്യൂഷൻ തിയറിയിൽ പറയുന്നത്. ഇങ്ങനെ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തത് 2 സയന്റിസ്റ്റ് ആണ്, ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ. പക്ഷേ ഈ ഒരു തിയറി എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് ആണ് യൂറി ആൻഡ് മില്ലർ. ഇമ്പോർട്ടന്റ് ആണ്. കെമിക്കൽ എവല്യൂഷൻ തിയറി പ്രൊപ്പോസ് ചെയ്തത് ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ ആണ്. ദെൻ ഈ ഒരു തിയറി എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് യൂറി ആൻഡ് മില്ലർ ആണ്. അപ്പോൾ യൂറി മില്ലർ എക്സ്പെരിമെന്റ് ചോദിക്കാറുണ്ട്. നമുക്കറിയാം യൂറി മില്ലർ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ഈ 2 സയന്റിസ്റ്റും കെമിക്കൽ എവല്യൂഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ഡയഗ്രാം എക്സാമിന് ലാബിൽ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്, അത് പഠിക്കുക. ദെൻ യൂറി മില്ലർ എക്സ്പെരിമെന്റിൽ ഇദ്ദേഹം ഒരു റൗണ്ട് ഫ്ലാസ്ക് ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. CH4, H2, NH3, വാട്ടർ വേപ്പർ. ഇത്രയും കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഗ്ലാസ് ഫ്ലാസ്കിലേക്ക് ഇദ്ദേഹം എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. CH4, H2, NH3 ആൻഡ് വാട്ടർ വേപ്പർ. ദെൻ ഇതിലേക്ക് ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്ത് ഇലക്ട്രിക് ഡിസ്ചാർജ് ഫോം ചെയ്യിച്ചു. അതിന്റെ ഫലമായിട്ട് പതുക്കെ അതിൽ ആദ്യം അമിനോ ആസിഡ്സ് ഫോം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ദെൻ പിന്നീട് പല പിഗ്മെന്റ്സും ഫാറ്റ്സും പ്രോട്ടീൻസും ഒക്കെ ഇതിൽ ഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ദെൻ ലാസ്റ്റ് വൺ ഈസ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പവർ ഉണ്ടെന്നും അതിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് പറയുന്ന തിയറിയാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. അപ്പൊ ഇത്രയും തിയറീസ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അബയോജനസിസ്, ബയോജനസിസ്. ഇമ്പോർട്ടന്റ് ആണ്. അബയോജനസിസും ബയോജനസിസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. കെമിക്കൽ എവല്യൂഷൻ തിയറി എന്താണെന്ന് ചോദിക്കാറുണ്ട്. പ്രപ്പോസ് ചെയ്തത് ആരാന്ന് ചോദിക്കാറുണ്ട്. എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്ത ഗ്യാസസ് ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തിയറീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഇസ് എവിഡൻസസ് ഫോർ എവല്യൂഷൻ. എവിഡൻസസ് ഫോർ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ 7 എവിഡൻസസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പാലിയന്റോളജിക്കൽ എവിഡൻസസ്. പാലിയന്റോളജിക്കൽ എവിഡൻസസിൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. പാലിയോന്റോളജി എന്താണെന്ന് ചോദിക്കാറുണ്ട്. പാലിയോന്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി സ്റ്റഡി അബൌട്ട് ഫോസിൽസ്. ഫോസിൽസിനെ പറ്റിയിട്ടുള്ള പഠനശാഖയാണ് നമ്മൾ പാലിയോന്റോളജി എന്ന് പറയുന്നത്. ദെൻ അവിടെ ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോസിൽസ്. ഫോസിൽസിന്റെ യൂസ് അഥവാ ഫോസിൽസിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. 3 പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി ദി ഫൈലോജനി. ഫൈലോജനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവല്യൂഷണറി ഹിസ്റ്ററി ആണ്. അതായത് ഫോസിൽസ് നമുക്ക് എവല്യൂഷണറി ഹിസ്റ്ററിയെ പറ്റി പഠിക്കാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ടു സ്റ്റഡി അബൌട്ട് എക്സ്റ്റിങ്ക്ട് ആനിമൽസ്. അതായത് എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടുള്ള അനിമൽസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഫോസിൽ സ്റ്റഡി സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ടു സ്റ്റഡി അബൌട്ട് ജിയോളജിക്കൽ പീരീഡ്സ് ഓർ ജിയോളജിക്കൽ ടൈം സ്കെയിൽ. ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇറകളിൽ അല്ലെങ്കിൽ ഓരോ എപ്പോക്കിലും ജീവിച്ചിരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ ഫോസിൽ സ്റ്റഡീസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് എവിഡൻസ് ഈസ് എംബ്രിയോളജിക്കൽ എവിഡൻസസ്. എംബ്രിയോളജിക്കൽ എവിഡൻസസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത് ഒരു ലോ ആണ്, ബയോജനറ്റിക് ലോ. ബയോജനറ്റിക് ലോ പ്രൊപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ഏണസ്റ്റ്
ഹെക്കൽ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ബയോജനറ്റിക് ലോ പ്രൊപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ഏണസ്റ്റ് ഹെക്കൽ. എന്താണ് ബയോജനറ്റിക് ലോ എന്ന് നോക്കാം. ഓണ്ടോജനി റീകാപ്പിറ്റുലേറ്റ്സ് ഫൈലോജനി. It states that ontogeny recapitulates phylogeny. അപ്പോൾ ബയോജനറ്റിക് ലോ പ്രൊപ്പോസ് ചെയ്തത് ഏണസ്റ്റ് ഹെക്കൽ ആണ്. ബയോജനറ്റിക് ലോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓണ്ടോജനി റീകാപ്പിറ്റുലേറ്റ്സ് ഫൈലോജനി. ഇപ്പൊ എന്താണ് ഓണ്ടോജനി, എന്താണ് ഫൈലോജനി എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നോക്കാം. ഓണ്ടോജനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റൽ ഹിസ്റ്ററി ഓഫ് എംബ്രിയോ ആണ്. അതായത് എംബ്രിയോയുടെ ഡെവലപ്മെന്റൽ ഹിസ്റ്ററി ആണ് ഓണ്ടോജനി. ഫൈലോജനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റൽ ഹിസ്റ്ററി ഓഫ് എ റേസ് അല്ലെങ്കിൽ എവല്യൂഷണറി ഹിസ്റ്ററി ആണ് ഫൈലോജനി. അപ്പോൾ ഈ ഒരു ടോപ്പ് ഭാഗത്ത് നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബയോജനറ്റിക് ലോ പ്രൊപ്പോസ് ചെയ്തത് ആരാന്ന് ചോദിക്കാറുണ്ട്. ഏണസ്റ്റ് ഹെക്കൽ ആണ്. എന്താണ് ബയോജനറ്റിക് ലോ എന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓണ്ടോജനി റീകാപ്പിറ്റുലേറ്റ്സ് ഫൈലോജനി. ദെൻ ഇവിടെ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ഓണ്ടോജനി ആൻഡ് ഫൈലോജനി. ഓണ്ടോജനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റൽ ഹിസ്റ്ററി ഓഫ് എംബ്രിയോ ഫൈലോജനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റൽ ഹിസ്റ്ററി ഓഫ് റേസ് ഓർ എവല്യൂഷണറി ഹിസ്റ്ററി. ദെൻ ഈ ഒരു ബയോജനറ്റിക് ലോ ഡിസ്പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഡിസ്പ്രൂവ്ഡ് ബൈ വോൺ ബെയർ. വോൺ ബെയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു ബയോജനറ്റിക് ലോ ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു എവിഡൻസസിൽ നമുക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. തേർഡ് വൺ ഈസ് അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസസ്. ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പ് ഓർഗാൻസ് ആണ്. ഹോമലോഗസ് ഓർഗാൻസും അനലോഗസ് ഓർഗാൻസും. ഹോമലോഗസ് ഓർഗാൻസ് ഫോം ചെയ്തിട്ടുള്ളത് ഡൈവേർജന്റ് എവല്യൂഷന്റെ ഫലമായിട്ടാണ്. അനലോഗസ് ഓർഗാൻസ് ഫോം ചെയ്തിട്ടുള്ളത് കൺവേർജന്റ് എവല്യൂഷന്റെ ഫലമായിട്ടാണ്. മാറിപ്പോവാതെ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഹോമലോഗസ് ഓർഗാൻസ് ഫോം ചെയ്തിട്ടുള്ളത് ഡൈവേർജന്റ് എവല്യൂഷന്റെ ഫലമായിട്ടാണ്. അനലോഗസ് ഓർഗാൻസ് ഫോം ചെയ്തിട്ടുള്ളത് കൺവേർജന്റ് എവല്യൂഷന്റെ ഫലമായിട്ടാണ്. ഹോമലോഗസ് ഓർഗാൻസ് എന്താണെന്ന് നോക്കാം. ദേ ആർ ഓർഗാൻസ് ഹാവിംഗ് സിമിലർ സ്ട്രക്ചർ ആൻഡ് ഡിസിമിലർ ഫങ്ഷൻസ്. സ്ട്രക്ചറലി സിമിലർ ആയിരിക്കും, അതായത് അനാട്ടമിക്കൽ സ്ട്രക്ചർ സിമിലർ ആയിരിക്കും, പക്ഷേ ഫങ്ഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. അത്തരം ഓർഗാൻസിനെയാണ് നമ്മൾ ഹോമലോഗസ് ഓർഗാൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഹോമലോഗസ് ഓർഗാൻസിന് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. വെയിൽ സ്ലിപ്പേഴ്സ്, ഹ്യൂമൻ ഹാൻഡ്, bat's wing, cheetah's foot, thorns of bougainvillea and tendrils of cucurbitae. ഇത്രയും എക്സാമ്പിൾസ് പഠിക്കുക, ഇത് ചോദിക്കാറുണ്ട്. Then next is analogous organs. Analogous organs ഫോം ചെയ്തിട്ടുള്ളത് കൺവേർജന്റ് എവല്യൂഷന്റെ ഫലമായിട്ടാണ്. ആ ഒരു പോയിന്റ് പഠിക്കുക. എന്താണ് അനലോഗസ് ഓർഗാൻസ് നോക്കാം. ഡിസിമിലർ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഓർഗാൻസ് ഹാവിംഗ് ഡിസിമിലർ സ്ട്രക്ചർ ആൻഡ് സിമിലർ ഫങ്ഷൻ. അതായത് അനാട്ടമിക്കൽ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷേ ഫങ്ഷൻസ് സെയിം ആയിരിക്കും. അത്തരം ഓർഗാൻസിനെയാണ് നമ്മൾ അനലോഗസ് ഓർഗാൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് പഠിക്കണം. എക്സാമ്പിൾസ് ഇൻക്ലൂഡ്സ് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്, ബേർഡ്സിന്റെയും ബട്ടർഫ്ലൈന്റെയും വിങ്സ്, അതിന്റെ അനാട്ടമിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിസിമിലർ ആണ്, പക്ഷെ അതുകൊണ്ടുള്ള ഫങ്ഷൻ സെയിം ആണ്. The next is eyes of octopus and mammals. Then sweet potato and potato. ഇവിടെ വരുന്നത് മോഡിഫിക്കേഷൻസ് ആണ്. ഒന്ന് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്, മറ്റൊന്ന് റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസസിൽ നമുക്ക് പഠിക്കാനുള്ളത്. Then next important question is differentiate divergent evolution and convergent evolution. Important ആണ്. Divergent evolution എന്താണെന്ന് നോക്കാം. Two species share common ancestors but have different characteristic features from one another. Important ആണ്. ഒരിക്കൽ കൂടി പറയാം. Divergent evolution എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ two different species share common ancestors. വ്യത്യസ്ത സ്പീഷ്യസ് ആണ്, പക്ഷെ ഇവരുടെ ancestors എന്ന് പറയുന്നത് സെയിം ആണ്, കോമൺ ആയിട്ടുള്ള ഒരു ancestor ആണ്. But have different characteristic features from one another. Next is convergent evolution. Convergent evolution എന്താണെന്ന് നോക്കാം. Unrelated species evolve similar characteristics. Unrelated species evolve similar characteristics because they have similar lifestyles. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എവിഡൻസസിൽ നിന്നും നമുക്ക് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ഇസ് ബയോകെമിക്കൽ എവിഡൻസസ്. ബയോകെമിക്കൽ എവിഡൻസസ് പറയുന്നത് എന്താണെന്ന് നോക്കാം. ബയോമോളിക്യൂൾസ്, അതായത് ലിവിങ് ഓർഗാനിസത്തിൽ ബയോമോളിക്യൂൾസ് കാണുന്നുണ്ട്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് ബയോമോളിക്യൂൾസ് കാണുന്നത്. ഇതിൽ നിന്നും
കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്റർ ആണ് എല്ലാവർക്കും ഉള്ളത് എന്നാണ് ഈ ഒരു എവിഡൻസസിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എവിഡൻസസ് ഫ്രം ബ്രീഡിംഗ്. അതായത് നമ്മളിപ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ട് എങ്ങനെയാണോ ബ്രീഡിംഗ് നടത്തുന്നത് അത് തന്നെയാണ് വർഷങ്ങളെടുത്ത് നമ്മുടെ നാച്ചുറലും സംഭവിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നത് എന്നാണ് ഈ ഒരു എവിഡൻസസിൽ പറയുന്നത്. ആൻഡ് സിക്സ് വൺ ഈസ് എവിഡൻസസ് ഫ്രം ആന്ത്രോപോജനിക് ആക്ഷൻസ്. ആന്ത്രോപോജനിക് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ എവിഡൻസസ് ഫ്രം ആന്ത്രോപോജനിക് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാവുന്ന കുറച്ച് എവിഡൻസസ് ആണ്. അതായത് 2 എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡസ്ട്രിയൽ മെലാനിസം എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടില് ഇൻഡസ്ട്രിയലൈസേഷന്റെ മുന്നേ, അതായത് ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നതിന്റെ മുന്നേ വൈറ്റ് കളേർഡ് മൂത്തിന്റെ പോപ്പുലേഷൻ ഹൈയും ഡാർക്ക് കളേർഡ് മൂത്തിന്റെ അല്ലെങ്കിൽ മെലനൈസ്ഡ് മൂത്തിന്റെ പോപ്പുലേഷൻ കുറവുമായിരുന്നു. ഇതിന്റെ റീസൺ പറയുന്നത് അവിടെ വൈറ്റ് കളർ ലൈക്കൺ ഉണ്ടായിരുന്നു. അതായത് അവിടെയുള്ള മരങ്ങളിലൊക്കെ വൈറ്റ് കളേർഡ് ലൈക്കൺ ഉണ്ടായിരുന്നു. ഈ ലൈക്കണിന്റെ മേലെ ആയിരുന്നു ഈ മൂത്ത്, ബ്ലാക്കും വൈറ്റും മൂത്തും ഒക്കെ പോയിരുന്നിരുന്നത്. അപ്പോൾ പ്രഡേറ്റേഴ്സിന് വൈറ്റ് ലൈക്കണിൽ വൈറ്റ് മൂത്ത് വന്നിരിക്കുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ആ ഒരു ലൈക്കണിൽ ബ്ലാക്ക് കളേർഡ് മൂത്ത് ചെന്നിരിക്കുമ്പോൾ പ്രഡേറ്റേഴ്സിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കളേർഡ് മൂത്തിനെ ക്യാച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ ബ്ലാക്ക് കളേർഡ് മൂത്തിന്റെ പോപ്പുലേഷൻ കുറയുകയും വൈറ്റ് കളേർഡ് മൂത്തിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാനും തുടങ്ങി. ദെൻ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രീസ് ഒക്കെ വന്നതിന്റെ ശേഷം എന്ത് സംഭവിച്ചു? അവിടെയുള്ള ഈ വൈറ്റ് ലൈക്കണിന്റെ മുകളിൽ ആകെ ഇൻഡസ്ട്രീസ് എന്നൊക്കെ വരുന്ന പുക, സ്മോക്ക് ഒക്കെ വന്നിട്ട് വൈറ്റ് കളേർഡ് ലൈക്കൺ കുറച്ചൊരു ഡാർക്ക് കളറായിട്ട് മാറി. ഈ ഒരു സമയത്ത് അവിടെ വൈറ്റ് മോത്ത് ചെന്നിരുന്നപ്പോൾ പെട്ടെന്ന് വൈറ്റ് മോത്തിനെ ഈ പ്രഡേറ്റേഴ്സിന് ക്യാച്ച് ചെയ്യാൻ പറ്റി. പക്ഷെ ഡാർക്ക് കളർ മോത്തിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നേരെ തിരിച്ചു വന്നു. ആദ്യം കണ്ടിരുന്ന സിറ്റുവേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. വൈറ്റ് കളേർഡ് മോത്തിന്റെ പോപ്പുലേഷൻ കുറഞ്ഞു, ഡാർക്ക് കളേർഡ് മോത്തിന്റെ പോപ്പുലേഷൻ എന്ത് ചെയ്തു? കൂടി. അപ്പോൾ ഡാർക്ക് കളേർഡ് മൂത്തിനെയാണ് നമ്മൾ മെലനൈസ്ഡ് മൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിനോമിനോനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് സെലക്ഷൻ ഓഫ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്. അതായത് നാച്ചുറൽ തന്നെ റെസിസ്റ്റന്റ് വെറൈറ്റീസിനെ സെലക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഓവറായിട്ട് പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഇൻസെക്ട്സും പെസ്റ്റും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എവിഡൻസസ് ഫ്രം ആന്ത്രോപോജനിക് ആക്ഷൻസിൽ പറയുന്നത്. ലാസ്റ്റ് എവല്യൂഷണറി എവിഡൻസസ് ഈസ് ബയോജിയോഗ്രഫിക്കൽ എവിഡൻസസ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണെന്നും അതിന് എക്സാമ്പിൾസും ചോദിക്കാറുണ്ട്. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണെന്ന് നോക്കാം. Evolution of closely related species starting from a common point or common ancestor in a given geographical area radiating to other areas of geography. ഒരിക്കൽ കൂടി പറയാം, ഈ ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണെന്ന് പഠിക്കണം. പലതവണ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണ്, അതിന് എക്സാമ്പിൾസ്. അപ്പോൾ നോക്കാം. എവല്യൂഷൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് സ്റ്റാർട്ടിംഗ് ഫ്രം എ കോമൺ പോയിന്റ് or a common ancestor in a given geographical area radiating to another areas of geography. ഇതിന് എക്സാമ്പിൾസും കൂടി പഠിക്കാം. അഡാപ്റ്റീവ് റേഡിയേഷന് എക്സാമ്പിൾ ആണ് ഡാർവിൻ ഫിഞ്ചസ്. അതിന്റെ ഒരു ഡയഗ്രാം, പല ടൈപ്പ് ഫിഞ്ചസ് ഉണ്ട്. ഗാലപ്പഗോസ് ഐലൻഡിൽ ഡാർവിൻ ഐഡന്റിഫൈ ചെയ്ത പല ടൈപ്പ് ഫിഞ്ചസ് ഉണ്ട്. അതിന്റെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് പഠിക്കുക. അത് തന്നിട്ട് ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് പ്ലാസെന്റൽ മാമൽസ്, ദെൻ ഓസ്ട്രേലിയൻ മാർസുപ്പിയൻസ്. ഇതെല്ലാം അഡാപ്റ്റീവ് റേഡിയേഷന് എക്സാമ്പിൾസ് ആണ്. ദെൻ അഡാപ്റ്റീവ് റേഡിയേഷൻ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ 2 പ്രാവശ്യമൊക്കെ നടക്കുകയാണെങ്കിൽ അത് എന്തിന് കാരണമാവുന്നുണ്ട്? കൺവേർജന്റ് എവല്യൂഷന് കാരണമാവുന്നുണ്ട്. കൺവേർജന്റ് എവല്യൂഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ റിപ്പീറ്റ് ചെയ്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു കൺവേർജന്റ് എവല്യൂഷൻ.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബയോജിയോഗ്രഫിക്കൽ എവിഡൻസസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിന്റെ ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.